എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അവല് വിളയിച്ചതാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് അവല് വിളയിച്ചത്. ഇതിനായി ഞാൻ 3 കപ്പ് നിറയെ അവല് നല്ലപോലെ അമർത്തിയെടുത്തതാണ്. മട്ട അരിയുടെ അവലാണ്, നല്ല തിന്നായിട്ടുള്ള പരന്നിരിക്കുന്ന മട്ട അരിയുടെ അവലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി അതിനായി ഞാൻ ശർക്കര, ഒരു 1/2 കിലോ ശർക്കര ഉരുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ ശർക്കര 1 കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് കുറുകിയ പരുവത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഒരു നൂൽ പരുവമൊന്നും ആകണ്ട, നല്ല ഒന്ന് കുറുകി വന്നാൽ മതി. ചുമ്മാ കലങ്ങാതെ ഒന്ന് കുറുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എത്ര അവലെടുത്തോ അത്ര അളവിൽ തന്നെ തേങ്ങയും കൂടി എടുക്കുക. അപ്പം ഞാൻ 3 കപ്പ് അവലിന് 3 കപ്പ് തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, പക്ഷേ സെയിം അളവിൽ തന്നെ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലോട്ട് കുറച്ച് വറുത്ത് ചേർക്കാനായിട്ട് പൊട്ടുകടല 2 ടേപ്പിൽ ഞാൻ എള്ളെടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്ത് ഞാൻ അതിൻ്റെ ബ്ലാക്ക് തൊലിയെല്ലാം നല്ലപോലെ കളഞ്ഞതിന് ശേഷം എടുത്തതാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് നെയ്യിലാണ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും ചേർക്കരുത്. അതിലോട്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് ചേർക്കുക. തേങ്ങാക്കൊത്ത് വളരെ തിന്നായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നല്ലപോലെ ഒന്നൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ ബാക്കിയുള്ള നെയ്യിൽ തന്നെ നമുക്ക് കാഷ്നട്ട് കൂടി വറുത്തെടുക്കാം. കാഷ്നട്ട് വേണേൽ നിങ്ങൾക്കൊന്ന് മുറിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ കാഷ്നട്ട് നല്ലപോലെ ഒന്ന് വറന്നു വന്നിട്ടുണ്ട്. 2 സൈഡും ബ്രൗൺ കളറായി. ഇനി അടുത്ത് നമ്മൾ വറുക്കാൻ പോകുന്ന പൊട്ടുകടല എള്ളുമാണ്. അതിന് ഞാൻ കുറച്ചും കൂടി ഒന്ന് നെയ്യ് ഒഴിച്ചു. ഇനി പൊട്ടുകടല ഇട്ട് കൊടുത്തു. പൊട്ടുകടലയൊക്കെ പെട്ടെന്ന് ചൂടായി വരും, അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വറുക്കുന്നതായിരിക്കും നല്ലത്, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അതൊന്ന് നല്ലപോലെ ചൂടായി വന്നാൽ മതി, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി അതിലോട്ട് എള്ളിട്ട് കൊടുക്കുക. ഞാൻ വെളുത്ത എള്ളും കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്. വെളുത്ത എള്ള് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എനിക്കിവിടെ വെളുത്ത എള്ള് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്താണ് വെളുത്ത എള്ള്. രണ്ടും നല്ലപോലെ ഒന്ന് മൂത്ത് വരും. ഇത് അധിക സമയം ഇട്ട് നമ്മൾ മൂപ്പിക്കേണ്ട, ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി ഇത് ആ പാനിൽ തന്നെ ഇരുന്നോട്ടെ, നമുക്കിത് ഡയറക്റ്റ് അവലിലോട്ട് തന്നെ ചേർത്തെടുക്കാം. ഇനി നമ്മളിവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. അവൽ വറക്കാതെയും വേണമെങ്കിൽ ഇതിനുണ്ടാക്കാം, പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അവലൊന്ന് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. നമുക്ക് കൈ പിടിക്കുമ്പോൾ ഒന്ന് ഒടിഞ്ഞു കിട്ടണം അവൽ. ആ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കണം. അപ്പം നമ്മുടെ അവലൊരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ആ അവൽ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി. അതേ പാത്രത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ തേങ്ങയും ചൂടാക്കുന്നത്. അവലിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ, ഇല്ലേ അവലിൻ്റെ പൊടി അവിടെ കരിഞ്ഞു കിടക്കും. ഈ തേങ്ങയും നല്ലപോലെ ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൽ ആ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞു പോകണം. വെള്ളം ഒന്ന് നല്ലപോലെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഒരിക്കലും തേങ്ങയുടെ കളർ മാറി ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്നും വറുത്തെടുക്കരുത്. ആ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ അതിലെ വെള്ളം എല്ലാം പോയി ഡ്രൈ ആയി. ഞാനിപ്പോൾ ശർക്കരപ്പാനി അരിച്ചതാണ് ഇതിലോട്ട് ഡയറക്റ്റ് ഇങ്ങ് ചേർത്ത് കൊടുത്തത്. അരിച്ചു വെച്ചിരുന്നതാണ് ഞാൻ ഓൾറെഡി. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. ഈ അവൽ വിളയിച്ചതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ തേങ്ങയും ശർക്കരയും കൂടി എങ്ങനെ വിളയിച്ചെടുക്കുന്നു എന്നതിലാണ്. അപ്പം നമുക്ക് നല്ലപോലെ ഈ തേങ്ങയും ശർക്കരയും ഒന്ന് നല്ലപോലെ വിളയിച്ചെടുക്കണം. അപ്പം എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ആ ശർക്കര ഒന്ന് ചൂടായി വരുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അലിയും. അതാണ് കുറച്ചും കൂടെ വെള്ളം പോലെ വന്നത്. ഇനി നമുക്കൊന്ന് നല്ലപോലെ വിളയിച്ചെടുക്കണം. ഞാൻ ഈ വിളയിച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് ചേർത്താൽ മതി. പക്ഷെ ഇങ്ങനെ നെയ്യ് ചേർത്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അവൽ വിളയിച്ചതിന്. ഇത് ചേർക്കുന്നതുകൊണ്ട് കേടായി പോകത്തൊന്നുമില്ല. നെയ്യ് കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് വിളയിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാട്ടോ ഇതൊന്ന് വിളയിച്ചെടുക്കുന്നത്.
ഇങ്ങനെ നല്ല പോലെ നമ്മൾ ശർക്കരയും തേങ്ങയും നെയ്യും കൂടെ നല്ല പോലെ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ അവൽ വിളയിച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അധികം അങ്ങോട്ട് ശർക്കരപ്പാനി കട്ടിയായി പോകരുത്. ഒരു ചെറിയൊരു നനവ് വേണം. കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ശർക്കരയും തേങ്ങയും കൂടിയുള്ള ഈ മിക്സ് കിട്ടാനായിട്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം. എന്നാൽ അതിലധികം വെള്ളവും ഉണ്ടാകാൻ പാടില്ല. നല്ലപോലെ വഴറ്റി നമ്മൾ അതിൻ്റെ ഒന്ന് വിളയിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഒരു 5 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കണം. അധികം ചൂടോടുകൂടി നമ്മൾ അവൽ ചേർക്കരുത്. അപ്പോൾ അവൽ പെട്ടെന്ന് നനഞ്ഞ് സോക്കായി പോകും. 1-5 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അവൽ ചേർക്കുന്ന സമയത്തും തീ ഓൺ ആക്കരുത്. തീ ഓഫ് ചെയ്ത് വെച്ച് തന്നെ വേണം ഈ അവലും ചേർത്ത് കൊടുക്കാനായിട്ട്. തീ ഓൺ ആക്കിയാൽ പെട്ടെന്ന് ശർക്കരയിലും തേങ്ങയിലും ഉള്ള വെള്ളം വറ്റി പോവുകയും ചെയ്യും. ഈ അവലിൽ അത് മിക്സ് ആകത്തുമില്ല. അങ്ങനെ വരുമ്പോഴും നമ്മുടെ അവൽ വിളയിച്ചത് ഹാർഡായി പോകും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഈ അവലിലോട്ട് ആ ശർക്കരയും തേങ്ങയും വിളയിച്ചത് മിക്സാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും അവലും കൂടെ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ മിക്സാക്കി എടുക്കണം. കുറച്ച് സമയം ഇളക്കി. ഇനി അതിലോട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ട് ചേർത്തു. തേങ്ങാക്കൊത്ത് ചേർത്തു. പൊട്ടുകടലയും എള്ളും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കാം. ഓരോന്നോരോന്നായിട്ടൊന്നും ചേർക്കണ്ട. ഇനി ഇതെല്ലാം കൂടെ ഞാനിപ്പം തീ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഓൺ ആക്കിയിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ലോ ഫ്ലെയിമിലിട്ട്. എന്തെങ്കിലും വെള്ളമയം ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അധികം അങ്ങ് ഡ്രൈ ആക്കി എടുക്കാൻ പോകണ്ട. ഇപ്പം ഞാൻ തീ വീണ്ടും ഓഫ് ചെയ്തു. അതിനുശേഷം പൊടികൾ ചേർക്കുകയാണ്. ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി. ഈ 3 കൂട്ടം പൊടികൾ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള പൊടികൾ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇത് 3ഉം കൂടി ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അവൽ വിളയിച്ചതിന്. പൊടികൾ ചേർക്കുമ്പോഴും തീ ഓൺ ആക്കണ്ട. നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഈ ഒരു പരുവത്തിൽ നമ്മൾ അവൽ വിളയിച്ചെടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റും ആയിരിക്കും. എന്നാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്ക് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഈ ഒരു പരുവത്തിൽ നമ്മൾ വിളയിച്ചെടുത്താൽ പറ്റും. ഇനി ഞാനത് ചൂടോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ സർവിങ് ഡിഷിലോട്ട് മാറ്റിയത്. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ അവൽ വിളയിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പണ്ട് വളരെ ഇഷ്ടമുള്ളതാണ്. നമുക്ക് ദൂരെയൊക്കെ പഠിക്കാനൊക്കെ കുട്ടികൾ പോകുമ്പോൾ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്